കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നൊരു വീഡിയോ ആണ്. ഞാൻ മോളിൽ പോവാണ്. കുറേ ആയി ഞാനൊരു സ്പാ ചെയ്യണം, ഹെയർ സ്പാ ചെയ്യണം എന്ന് വിചാരിക്കണു. അതിന് പറ്റലില്ല. പിന്നെ എന്താ റെഡി ആവലില്ല. പിന്നെ ഇവിടെ ഹെയർ സ്പാ എല്ലാ സലൂണിലൊന്നും ചെയ്യൂല, ചില സലൂണിലേ ചെയ്യുള്ളൂ. അപ്പോൾ ചെയ്യുന്ന ആളുകൾ ചില ദിവസം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇന്ന് അവരുണ്ട്. അതിനോണ്ട് ഞാൻ ഇന്നിവിടെ അടുത്തുള്ളൊരു മാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ. ഇതാണ് ഗൈസ് നമ്മുടെ മാള്. അത് സ്ട്രൈറ്റ് ആയിട്ട് കാണുന്ന അത് തിയേറ്ററാണ് കേട്ടോ, സ്റ്റാർസ് എഴുതിയത്. അതിൻ്റെ ബാക്കിലാണ് ബാക്കിയുള്ള സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് ആണ് ഈ ഏരിയയിൽ. നമുക്ക് നടന്നിട്ട് ഇതിലെങ്ങനെ പോയിട്ട് അതിലങ്ങനെ പോകണം. ഞാൻ വിചാരിച്ചത്ര ദൂരമൊന്നുമില്ല, പക്ഷേ കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. ബട്ട് ഒരുപാടൊന്നുമില്ല. എന്തായാലും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അത് പോയി അതേപോലെ തിരിച്ചിങ്ങോട്ട് തന്നെ പോരും. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ എനിക്ക്. ആദ്യമായിട്ടൊരു പരിപാടി ഒറ്റയ്ക്ക് ചെയ്യണതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല ടെൻഷൻ ഉണ്ട്. ഒന്നാമത് എനിക്ക് മെയിൻ പ്രശ്നം ഈ പേയ്മെൻറ്റിൻ്റെ ഒക്കെ വിഷയമാണ്. എനിക്ക് സെൽഫായിട്ട് നമ്മളെ നാട്ടിലത്തെ പോലെ അല്ലല്ലോ, റെഡി ആവുമോ എന്താ ഇങ്ങനെ, എനിക്കത് ഭയങ്കര ടെൻഷൻ. നമ്മൾ എത്ര വലുതായാലും ചില കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനല്ലേ. കാരണം അതൊരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിഷയം ഉണ്ടാവില്ല. ബട്ട് ആ ഒരു പേടിനെ ബ്രേക്ക് ചെയ്യണ്ടേ, അതാണ് സംഭവം. എന്തായാലും പോയി നോക്കട്ടെ. ഞാൻ കരുതിയ സംഭവങ്ങളൊക്കെ നടക്കുമോ എന്താണെന്നും അറിയില്ല. ചിലർക്ക് ഇവിടെ ഇംഗ്ലീഷ് അറിയില്ല, ഫ്രഞ്ച് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ഫ്രഞ്ച് കേട്ടാലും മനസ്സിലാവില്ല. അതിപ്പോൾ ഫ്രഞ്ചാണ് പറയണമെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. അത്രയും ദൂരം എന്താ ഞാൻ ഫ്രഞ്ചില്ല. അപ്പോൾ നമ്മൾ ജീവിക്കാൻ അറിയണ കുറച്ച് ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ലെറ്റ്സ് സീ. ബട്ട് എനിക്ക് ഈ ഒരു ഏരിയ നല്ല ഇഷ്ടമാണ്. അത്യാവശ്യം നല്ലൊരു റിച്ച് ഏരിയയാണ് ഇവിടെ, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഒന്നും പറ്റിച്ചില്ലെങ്കിൽ നമ്മളിതൊരു ജസ്റ്റ് ഒരു ട്രക്കിംഗ് വീഡിയോ ആക്കി മാറ്റുന്നതായിരിക്കും ഗൈസ്. ഇതാണ് നമ്മളെ മാള് ഗൈസ്. ഇനി അതിൻ്റെ ഉള്ളിൽ പോകണം. സ്കൈ നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ. പൊതുവെ ഈ വീക്കെൻഡ്സിൽ മഴ തന്നെ കാരണം, അപ്പോൾ പുറത്തിറങ്ങാനേ പറ്റത്തില്ല. കാണാനൊരു ലോക്കൽ സെറ്റപ്പൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറേ പരിപാടികളുണ്ട് ഗൈസ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുടെ സംഭവം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. താഴെ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ടന്നെ കയറേണ്ടി വരും. പാളി ഗൈസ്, നമ്മൾ കരുതിയ സംഭവം താഴെയല്ല, മേലെ തന്നെയാണ്. എന്നാലും ഞാൻ വെറുതെ ഒന്ന് പാളി നോക്കട്ടെ, ഇവിടെ വേറെ ഏതെങ്കിലും ഉണ്ടോ. ഇല്ല, ഇവിടെ പെഡിക്യൂർ മാനിക്യൂർ മാത്രമേ ചെയ്യുന്ന ഒരു സലൂണുള്ളൂ ഇവിടെ. അപ്പോൾ നമുക്ക് മേലെ തന്നെ പോയേക്കാം. അയ്യോ സസി ആയല്ലോ ഗൈസ്. ഈ കാണുന്നതാണ് നമ്മുടെ സലൂൺ. ഇവിടെ സലൂൺസ് ഇവിടെ താഴെയും വേറെ കുറേ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ വെറും പെഡിക്യൂർ മാനിക്യൂർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ മാത്രമേ നമുക്ക് ഹെയർ സ്പാ അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ 100 റുപ്പീസ് ആയിരുന്നു ഹെയർ സ്പാക്ക്. അപ്പോൾ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല. അതിൻ്റെ അത്രയും 100 റുപ്പീസൊക്കെ കൊടുത്തിട്ട് ഹെയർ സ്പാ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? 1800 രൂപ കൊടുത്തതിന് നമ്മുടെ നാട്ടിൽ നല്ല കെരാറ്റിൻ സ്പാ ചെയ്ത് കിട്ടും. ഇവിടെ $100 ഒരു സ്പാ ചെയ്യാൻ. $100 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 6000 രൂപേൻ്റെ മേലെ. 6000 രൂപയൊക്കെ കൊടുത്ത് സ്പാ ചെയ്യേണ്ട ആവശ്യം എനിക്കിപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു പെഡിക്യൂർ ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും ഈ വഴി വന്നതല്ലേ. ആൻഡ് പെഡിക്യൂർ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാട്ടോ ചെയ്യുന്നത്. ഞാനതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് പറയണ്ടേ. 1 അവർ എടുക്കുമെന്നൊക്കെ പറഞ്ഞു അവർ. എന്താ പരിപാടിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു പെഡിക്യൂർ ചെയ്യാൻ. സോ അതിൻ്റെ സർവീസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിൻ്റെ ഒരു പരിപാടി അറിയില്ല. പെണ്ണെന്തൊക്കെയോ കുറേ ചൂടുള്ളതാക്കുന്നു, കുറേ പൊടിയിടുന്നു, കുറേ തുണി കൊണ്ടുവരുന്നു, എന്തൊക്കെയോ ആയുധം കൊണ്ട് കാലെന്തൊക്കെയോ കുത്തിമാന്നത്. എനിക്ക് ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു പരിപാടിയായിരുന്നു. പരിപാടി പറഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുന്നു ഗൈസ്. സംഭവം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. സൂര്യൻ നേരെ എൻ്റെ തലേക്കാണ് തോന്നുന്നു ഉദിക്കുന്നത്.
ഓല് മൊത്തം 1 hour പറഞ്ഞു, പക്ഷെ 1 hour ഒന്നും എടുത്തിട്ടില്ല. 30 minutes കൊണ്ട് പരിപാടി കഴിഞ്ഞിരിക്കണം. ആരെൻ്റെ ബാക്കിൽ നടന്നു വരുന്നത്. ഇതിൻ്റെ റിവ്യൂ ഞാൻ വീട്ടിലെത്തിച്ച് പറയാം. എനിക്കിതിനെ പറ്റി 10 പറയാനുണ്ട് ഗൈസ്. നമ്മൾ തിരിച്ചു പോകണുണ്ടോ? എവിടെ ഇപ്പം സൂര്യനില്ലേ? ഇവിടെ തോന്നുന്നു. ആ ഇരുട്ടുണ്ടോ? കണ്ണടിച്ചു പോയി ഗൈസ്. നല്ല വെയിലുണ്ട്. തിരിച്ചു പോരുന്ന വഴിക്ക് എനിക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോള് കഴിഞ്ഞതിന് ശേഷം നമ്മളെ നാട്ടിലത്തെ മാതിരി സ്ട്രീറ്റിൽ ഫുഡും കടകളൊന്നും ഇവിടെ കാണാനില്ല. അങ്ങനെ ഞാൻ പോസ്റ്റായി ഒന്നും മേടിക്കാണ്ട് വടിയായിട്ട് ഇങ്ങനെ നടക്കുക. നല്ല രസമില്ല ഗൈസ് ഈ വീടും പരിസരവും കാണാൻ. ആകെ പുഷ്പങ്ങളും പൂക്കളും. ഇത് ഇവിടെ കഴിച്ചാണ് ഇങ്ങനെ നിൽക്കണത്. നമ്മളിവിടെയൊക്കെ കണ്ട ആരെങ്കിലും കുട്ടികളൊക്കെ പറിച്ചിട്ട് ഓടും. ഇതെന്തോ ഒരു കായാണ്, ഇതെന്താണെന്നറിയില്ല. കണ്ടിട്ടൊരു ജാതിക്കൻ്റെ പോലെയൊക്കെ ഉണ്ട്. ഏതാണ് ഈ മൂട്ടൻ്റെ മരത്തെ വണ്ടി എന്ന് പറയൂ ഗൈസ്, കമൻറ്റ് ബില്ലോ പഠിച്ചറിയണം. കണ്ടോ, അത് ഇവിടുത്തെ രാജാവിൻ്റെ കാറാണ്. വാളൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്കിൽ ഗൈസ്. ഇതാണ് ഇവിടുത്തെ പള്ളി. ഇത് പെണ്ണുങ്ങളെ പള്ളിയാണ്, ഇത് ആണുങ്ങളെ പള്ളിയാണ്. കണ്ടോ, ഹോംസ് ഫോർ മെൻ, ഫെംസ് ഫോർ വുമൻ. ഫ്രഞ്ചാണ് ഗൈസ്, നമുക്കറിയില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും പള്ളിയിൽ വരണമെന്ന്, പക്ഷേ എന്താണാവോ വരാറില്ല. കാരണം 8 മണിയൊക്കെ ആയാൽ പള്ളി പൂട്ടും. പിന്നെ എന്താ ഇവിടുത്തെ ഒരു പരിപാടി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അല്ല, ട്രൈപ്പോഡ് എന്തെങ്കിലും മേടിക്കണം. ഈ കൈ ഇങ്ങനെ നേരിട്ട് പിടിച്ച് വീഡിയോ കൊടുക്കൽ അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല ഗൈസ്. കൈ കടയാണ്. ഞാനെൻ്റെ അപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് പോന്നു. എല്ലാ സ്ട്രീറ്റും ഒരേപോലെ ഇരിക്കണം, മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യമായിട്ട് പോരും കൂടെ അതിനോണ്ട് എനിക്ക് തീരെ ഒരു ഐഡിയ കിട്ടണില്ല. പിന്നൊരു ഇതിൽ ഹായ് നല്ല മണം, എന്തോ ബ്രോസ്റ്റിൻ്റെ മണം, നല്ല മീൻ പൊരിച്ചിട്ട് മണം. അപ്പോൾ പറഞ്ഞു വന്നത് എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഏകദേശം എല്ലാം ഒരേപോലെ ആയിരിക്കും സ്ട്രീറ്റുകളൊക്കെ. അപ്പം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതേപോലെ ബിൽഡിങ്സും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഒക്കെ നമുക്ക് കൺഫ്യൂഷൻസ് വരും. എന്തായാലും പോയി നോക്കട്ടെ. വീട്ടിലെത്തിച്ച് ഞാൻ ബാക്കി റിവ്യൂ പറയട്ടെ ഗൈസ്. നമ്മൾ തിരിച്ച് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഡോർ തുറക്കാം. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിക്കണം. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വാട്ട് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്ന് പറയാൻ മാത്രം സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നാട്ടിൽ. ഞാൻ സലൂണിൽ ഇപ്പോൾ ഹെയർ സ്പാ ഒക്കെ ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പെഡിക്യൂർ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ടൈം എടുത്ത് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടി പെട്ടെന്ന് തീർന്ന പോലെ തോന്നി എനിക്ക്. അത് നമ്മളെ നാട്ടിനെക്കാട്ടിലും ഡബിൾ പ്രൈസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സർവീസ് അത്രത്തോളം ഇപ്പോൾ സ്ക്രബാണെങ്കിലും മസാജ് ആണെങ്കിലും ഒന്നും അത്രത്തോളം ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയില്ല. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ്. ഞാനൊരു കണ്ട എക്സ്പീരിയൻസിൽ പറയുകയാണ്. എനിക്കിതിന് മുമ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെയാണോ ഇതൊരു സംഭവം എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കണ്ടത് വെച്ച് എനിക്ക് തോന്നുന്നു നാട്ടിൽ കുറച്ചും കൂടി ടൈം എടുത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവിടെ പൊതുവെ എങ്ങനെയാണോ ചെയ്യാറൊന്നും എനിക്കറിയില്ല. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഒരു സലൂണിൽ പോയി ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു മന്ത്ലി ബേസിസിൽ ചെയ്യാം, അത്ര അടിപൊളിയാണെന്നൊന്നും പറയാൻ മാത്രമൊന്നും എനിക്ക് ഇഷ്ടമായിട്ടൊന്നുമില്ല. ഒരു 2-3 months ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ലതായിരിക്കും ചെയ്യുന്നത്. നമ്മളെത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും അവർ ചെയ്യുന്ന പോലെ ഒന്നും നമ്മൾ ചെയ്തെത്തത്തില്ല. പിന്നെ വേറൊരാൾ ചെയ്ത് തരുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു നല്ലൊരു സൈഡ് ഉണ്ട് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വൺസ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഈ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഇപ്പോൾ ഈ ഹെയർ സ്പാ അല്ലെങ്കിൽ എപ്പോഴേലും ഒരു ഫേഷ്യൽ, പെഡിക്യൂർ, ഇതേപോലെ മാനിക്യൂർ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ മാത്രമല്ല, വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ ചെയ്യിപ്പിക്കുക. അവർക്കും ഇഷ്ടമാവും. കാരണം എപ്പോഴും നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരാൾ ഇത് ചെയ്ത് തരുമ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലതാണ്, നമ്മൾ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആവും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് മാത്രം വെർത്തായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ.
പിന്നെ ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ആയിരിക്കും. മൊത്തത്തിൽ എനിക്കൊരു പിശുക്ക സ്വഭാവം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതുമായിരിക്കും. എന്തായാലും നോക്കട്ടെ, ഇനി ഞാൻ ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സലൂണിൽ നിന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ നമുക്ക് മനസ്സിലാവുമല്ലോ. ഓവറോൾ ഓക്കെ ആയിരുന്നു. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് നടന്നു പോയി ചെയ്തിട്ട് പോരാനേ ഉള്ളൂ. എനിക്ക് അതേപോലെ അതിനായിട്ട് കഷ്ടപ്പെട്ട് വണ്ടിയും ബസ്സൊക്കെ പിടിച്ച് പോകേണ്ട അവസ്ഥയില്ല. നമുക്കിവിടെ അടുത്താണ് നമ്മൾ മോളിൽ നിന്ന്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം അത്ര ദൂരം നടന്ന് പോകണ്ടല്ലോ, നമ്മൾ കൂളായിട്ട് പോയി ചെയ്തു പോന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഫസ്റ്റത്തെ പെഡിക്യൂർ എക്സ്പീരിയൻസസ്. ഇനി ഞാൻ ചിലപ്പോൾ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ.